ആശാം, ഈ ജാമ്യം ലഭിച്ച സമയത്ത് നമ്മൾ കുറെ സംസാരിച്ചു. പക്ഷേ സ്വാഭാവികമായും സുപ്രീം കോടതി ഈ വിചാരണ അനന്തമായി നീളുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ജാമ്യം അനുവദിച്ചത്. ഇപ്പോൾ കർശനമായ ജാമ്യ വ്യവസ്ഥകൾ പറയുന്നുണ്ട്. ഒരു സിം മാത്രം ഉപയോഗിക്കണം, തിങ്കളാഴ്ച വന്ന് ഒപ്പിടണം, ഈ കോടതിയുടെ പരിധിയിൽ നിന്ന് പുറത്തേക്ക് പോകരുത്, അതോടൊപ്പം തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കാൻ പാടില്ല എന്നുകൂടി പറയുന്നുണ്ട്. തൃപ്തികരമാണോ ഈ ജാമ്യ വ്യവസ്ഥകൾ? ജാമ്യ വ്യവസ്ഥകൾ സുപ്രീം കോടതിയുടെ തൃപ്തിക്കനുസരിച്ചാണല്ലോ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ തൃപ്തി അതിലൊരു വലിയ വിഷയമല്ല. പിന്നെ ഇപ്പൊ ഞാൻ സജി നമ്പിയായിട്ട് പറഞ്ഞത് കേട്ടപ്പോഴാണ് ആലോചിച്ചത് പണത്തിന്റെ കാര്യമൊക്കെ. നോക്കൂ, ഇത്തരം ആളുകൾക്ക് പണം കിട്ടാനും അത് സ്പോൺസർ ചെയ്യാനും ഒക്കെ ധാരാളം ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ അവർ ഈ ക്രൈമിലേക്ക് എത്തിയതും. അവരുടെ പുറകിൽ ആൾക്കാരുള്ളത് കൊണ്ടാണ് അവർ ഈ ക്രൈമിൽ എത്തിയത് നമ്മൾ കൃത്യമായി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് പൾസർ സുനിക്ക് ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ഒരു കാര്യം തോന്നി അങ്ങനെയല്ല അത് പ്ലാൻ ചെയ്തതെന്നും അതിന്റെ പുറകിൽ ഗൂഢാലോചനയുണ്ടെന്നും അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഉറപ്പിൽ തന്നെയാണ് ക്രൈം ചെയ്തതെന്നും അതുകൊണ്ട് തന്നെ ഇപ്പോഴും അവരെ സഹായിക്കാൻ ആൾക്കാരുണ്ടെന്ന് നമുക്ക് ബോധ്യമാവുന്നു. പിന്നെ ഇനിയിപ്പോ പറയാവുന്ന ഒരു വാദം എന്ന് പറഞ്ഞാൽ മറ്റേ ഇവിടെ സ്പെൻഡ് ചെയ്ത സമയത്ത് പണിയെടുത്തിട്ടുള്ള കുറച്ച് പൈസ കിട്ടിയെന്നോ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുമായിരിക്കും ജയിലിൽ നിന്നൊക്കെ. പക്ഷെ അതൊക്കെ നിസ്സാര പൈസയെന്ന് നമുക്കറിയാം. പിന്നെ കോടാനുകോടി രൂപയുടെ ആവശ്യമൊന്നുമില്ല സുപ്രീം കോടതിയിൽ പോകാനായിട്ട്. പല ടൈപ്പുള്ള വക്കീലന്മാരുണ്ട്. പൈസ കുറവിലും ചെയ്തു കൊടുക്കാനുള്ള ആൾക്കാരുണ്ടായിരിക്കും. കാരണം ഇതിന്റെ പുറകിൽ കിട്ടുന്ന ചില ഇപ്പൊ ആളൂരൊക്കെ ചെയ്യുന്ന പോലെയുള്ള ചില സ്കീമുകളുണ്ട്. അതായത് ഈ ഡിഫൻസ് വക്കീലായിട്ട് വരിക, അത് ഒരു നൊട്ടോറിയസ് ആയിട്ടുള്ള ക്രിമിനലിന്റെ ഒപ്പം നിന്ന് അങ്ങനത്തെ ഒരു ഫെയിമിന് വേണ്ടി നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിലെ സിസ്റ്റത്തിന്റെ ഒരു വലിയ ഭീകരമായിട്ടുള്ള വീഴ്ചയാണ് ഇത് മൊത്തം കാണിക്കുന്നത്. അപ്പൊ പുതിയൊരു നിയമ സംവിധാനം വന്നിട്ട് പോലും അതല്ലെങ്കിൽ ഇപ്പം നിയമങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ട് പോലും ഇതൊന്നും അത്രമേൽ ഗുണകരമായിട്ടുള്ള സംഗതിയല്ല. ഇപ്പൊ മറ്റൊരു രാജ്യത്താണ് ഇത് സംഭവിച്ചതെങ്കിൽ നമുക്കറിയാം അതിന്റെ ഏതൊക്കെ രീതിയിലാണ് ശാസ്ത്രീയമായ കാര്യങ്ങൾ കൊണ്ടുപോവുക. അതുപോലെ വിറ്റ്നസിന്റെ പ്രൊട്ടക്ഷൻ, അത് വലിയൊരു കാര്യമാണ്. എവിഡൻസിന്റെ പ്രൊട്ടക്ഷൻ, ഇതൊന്നും ഇവിടെ സംഭവിച്ചിട്ടേ ഇല്ല. നമ്മളുടെ ഈ കേസില് ഒരു തരത്തിലുമുള്ള നടി ആക്രമിച്ച കേസിൽ എവിഡൻസിൽ പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കോടതിയിൽ ഈ കാലയളവിൽ മുഴുവൻ ഈ തെളിവുമായി ബന്ധപ്പെട്ടും മൊഴികളുമായി ബന്ധപ്പെട്ടും സാക്ഷികൾ മൊഴി മാറ്റുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ കുറെ ചോദ്യങ്ങളുണ്ട്. എന്തായാലും ഇപ്പോൾ 7.5 വർഷത്തിന് ശേഷം കേസിൽ ഒന്നാം പ്രതി പൾസർ സുനി പുറത്തേക്ക് ഇറങ്ങുകയാണ്. കർശനമായ ജാമ്യ വ്യവസ്ഥകളൊക്കെ ഉണ്ട്. പക്ഷേ പുറത്തേക്ക് ഇറങ്ങുന്നു. അതും 2 മാസം മാത്രമോ മറ്റോ ബാക്കിയുള്ളൂ ഇതിൽ അന്തിമ വിധി വരാൻ. അപ്പോഴാണ് ഒന്നാം പ്രതി പുറത്തേക്ക് ഇറങ്ങുന്നത്.